ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം തുടങ്ങാമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് ഞാൻ ചേരേണ്ടത് എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. എനിക്ക് അനുയോജ്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾ കൂടെ പരിഗണിച്ചിട്ടാണ്. നമ്മൾ നിക്ഷേപം തുടങ്ങാൻ ആരംഭിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഫിക്സഡ് ഇൻകം നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണോ, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ചെയ്ത ഒരു ഇക്വിറ്റി ഫണ്ടാണോ, ഇനി ഇവ രണ്ടും ചേർന്ന് ഒരു ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ടാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് വിതരണക്കാരെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ അഡ്വൈസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അഡ്വൈസർമാരെയോ സമീപിച്ചതിനു ശേഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ചേരുന്നതിന്റെ ലക്ഷ്യം എന്താണ്, നിങ്ങൾക്ക് എത്ര കാലം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും, നിങ്ങളുടെ നഷ്ടസഹന ശേഷി എത്രയാണ് എന്നിവ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ചേരേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഓൺലൈൻ വഴി റഫറൻസുകൾ നടത്തിയിട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോകൾ കണ്ടോ ഒക്കെ നിങ്ങൾക്ക് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് റിട്ടയർമെന്റ് പ്ലാനിംഗ് പോലെ ഒരു ദീർഘകാല ലക്ഷ്യവും അല്പം റിസ്ക് എടുക്കാൻ തയ്യാറുമാണെങ്കിൽ ഇക്വിറ്റി അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ടായിരിക്കും അനുയോജ്യമായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതാനും ചില മാസങ്ങളിലേക്ക് മാത്രം പണം സൂക്ഷിക്കുന്നത് പോലുള്ള ഹ്രസ്വകാല ലക്ഷ്യങ്ങളാണ് ഉള്ളതെങ്കിൽ ലിക്വിഡ് ഫണ്ട് ആയിരിക്കും അനുയോജ്യമായിട്ടുള്ളത്. ഇനി റെഗുലർ ഇൻകം ആണ് ലക്ഷ്യമിടുന്നതെങ്കിൽ മന്ത്ലി ഇൻകം പ്ലാൻ അല്ലെങ്കിൽ ഇൻകം ഫണ്ട് ആയിരിക്കും ഉചിതമായിട്ടുള്ളത്. നിക്ഷേപിക്കുന്ന ഫണ്ടിന്റെ തരം തീരുമാനിച്ചു കഴിഞ്ഞ ശേഷം മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നിന്നുള്ള നിശ്ചിത സ്കീം ഏതാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഏത് സ്കീമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സാധാരണയായി മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ്, അതുപോലെ സ്കീമിന്റെ അനുയോജ്യത, പോർട്ട്ഫോളിയോ വിശദാംശങ്ങൾ എന്നിങ്ങനെയുള്ളവ ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിക്ഷേപം നടത്തുന്നതിന് മുൻപ് 2 സുപ്രധാന ഡോക്യുമെന്റുകൾ വായിച്ചാൽ മതിയായിരിക്കും. സ്കീം ഫാക്ട് ഷീറ്റും കീ ഇൻഫർമേഷൻ മെമ്മോറാണ്ടവും. നിങ്ങൾക്ക് വിശദമായിട്ട് വിവരങ്ങൾ അറിയണം അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റും കൂടെ വായിക്കണം. ഇവയെല്ലാം എല്ലാ മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റുകളിൽ നിന്നും അനായാസം PDF ആയിട്ടും ലഭിക്കുന്നതാണ്.